നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട് അല്ലേ ചേച്ചി? പിന്നെ ഞാൻ അടുക്കളയിൽ സ്വാദ് നോക്കിയായിരുന്നു. ഈ ചില ആളുകളുണ്ടല്ലോ, എത്ര കഴിവുകളുണ്ടെങ്കിലും പുറത്ത് മനസ്സിലാവില്ല. അതുപോലെ പ്രിയങ്കമോളുടെ കാര്യം. ഞാൻ കരുതിയത് അടുക്കളയുമായി പ്രിയങ്കമോൾക്ക് അത്രയധികം ബന്ധമൊന്നുമില്ലെന്നാ. ഇതിപ്പോ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. താങ്ക്സ് അച്ഛാ. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട്. അതെന്താ? ഇത് ഒരു സ്പെഷ്യൽ ഹൽവയാ. കഴിച്ചു നോക്കി എല്ലാരും. എന്നിട്ട് എല്ലാവരും പറയും എങ്ങനെയുണ്ടെന്ന്. ഇതെന്നെ മുത്തശ്ശി പഠിപ്പിച്ചതാ. എങ്ങനെയുണ്ട് അച്ഛാ? ഗംഭീരം. എങ്ങനെയുണ്ട് വരുൺ? എനിക്കതില് സംശയമൊന്നുമില്ല. ഇത് ഉണ്ടാക്കിയ ആളുടെ കൈയും ഉണ്ടാക്കിയ ആളുടെ മനസ്സും പരിശുദ്ധ. മോളെ പ്രിയങ്കെ, 2 ദിവസം കഴിയുമ്പോ ചെറിയമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വരും. അപ്പം മോളിതൊന്നുണ്ടാക്കണേ. ഉണ്ടാക്കാൻ ചെറിയമ്മേ. എന്തായാലും ഇത്ര വിശേഷപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന വിധം നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇതെങ്ങനെയാ മോളെ ഉണ്ടാക്കുന്നേ? ഒന്ന് പറഞ്ഞേ. അത് മുത്തശ്ശി പറഞ്ഞു കേട്ടില്ലടോ. അടുപ്പില് തീ കൂട്ടുന്ന മുതലുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. ഈ എന്തൊക്കെ ചേർക്കണം, അതിന്റെ അളവ് എത്ര, അതൊക്കെ പറഞ്ഞാ മതി. നീ എന്താണീ കരുതി? ഈ വീട്ടിലുള്ളവരെല്ലാം കണ്ണുപൊട്ടന്മാരാണെന്ന്. അടുക്കളയിൽ രാധിക പാചകം ചെയ്യുന്നതും നീ വീഡിയോ കണ്ടിരിക്കുന്നതും പലതവണ ഞാൻ കണ്ടതാ. പക്ഷേ ഞാനും പത്മിനി അകത്തേക്ക് വന്നപ്പോ നേരെ മറിച്ചാണെന്ന് നീ തെളിയിച്ചു. അതുകൊണ്ടെന്താ നിനക്കുള്ള നേട്ടം? രാധിക ചെയ്യുന്നത് നോക്കി വല്ലതും പഠിക്കാൻ ശ്രമിച്ചുകൂടായിരുന്നോ? ഇപ്പൊ മനസ്സിലായി എന്താ താൻ പറഞ്ഞു എന്ന പാരമ്പര്യമെന്ന്. പോയി ആഹാരം പാചകം ചെയ്യുന്നതിലും അഴിമതി മോഷണമൊക്കെ ആയി. ശരി, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്കൊന്നും അറിയത്തുമില്ല. എല്ലാരും ചേച്ചിയെ പുകഴ്ത്തിക്കോ. ചേച്ചി സന്തോഷിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. മോളെ പ്രിയേ. അമ്മേ, വെറുതെ അവളെ വേദനിപ്പിക്കണ്ടായിരുന്നു. ഇതിപ്പോ അർഹതയില്ലാത്ത വേദന ചോദിച്ചു വാങ്ങിയതല്ലേ? എല്ലാ പ്രശംസയും ഇവളൊരാൾക്കാ. അടുക്കളയുടെ കാര്യമായാലും കുടുംബത്തിന്റെയും ഗൃഹത്തിന്റെയും കാര്യമായാലും ഐശ്വര്യം തന്നെയാ രാധികമോള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.